ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സിറ്റ് ഔട്ടിൽ ഇങ്ങനെ മുത്തശ്ശിയും സത്യദാസും മാധവനും സംഗീതയും കൂടെ ഇങ്ങനെ വിവാഹകാര്യത്തെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യാണ്. ആ സമയത്ത് മുത്തശ്ശി പറയും, ഞാൻ വിവാഹത്തിൻ്റെ കാര്യം ചുമതല ഓരോരുത്തരായിട്ട് ഏൽപ്പിച്ചിട്ടുണ്ട്, ഓരോരുത്തരായിട്ട് പറഞ്ഞെന്ന് പറയുമ്പോൾ മാധവൻ പറയാൻ തുടങ്ങും. അന്നേരം മുത്തശ്ശി പറയാണ്, മാധവനല്ല ആദ്യം പറയേണ്ടത്, സത്യൻ അവൻ പറയട്ടെ, ഇവനാണ് ഞാൻ കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രഥമ സ്ഥാനം. അപ്പം സത്യദാസ് പറയും, അമ്മേ ഇതിനൊക്കെ പ്രോട്ടോക്കോൾ നോക്കേണ്ടതുണ്ടോ? അമ്മ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് കർമ്മങ്ങളുടെ മേൽനോട്ടവും പിന്നെ അഞ്ജനയുടെ എല്ലാ കാര്യങ്ങളും പിന്നെ ഓവറോൾ ചുമതല. സത്യൻ പറഞ്ഞതിന് ശേഷം പിന്നീട് ഓരോരുത്തരായിട്ട് അവരുടെ ഡ്യൂട്ടികൾ ഇങ്ങനെ പറയാണ്. ആ സമയത്ത് മുത്തശ്ശി ചോദിക്കും, അല്ല ഭവാനി എവിടെ? അവളെ കണ്ടില്ലല്ലോ. ഇവർ ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നതിനിടയിൽ ഭവാനിയും മോളും കൂടെ റൂമിലിരുന്നിട്ട് മറ്റു വിശേഷങ്ങളൊക്കെ പറയാണ്. ഭവാനി അഞ്ജനയോട് പറയും, എൻ്റെ മോളെ എന്തായിരുന്നു നിൻ്റെ ഒരു പെർഫോമൻസ്? അഞ്ജന പറയും, വല്യച്ഛൻ എന്നെ ഏറ്റെടുക്കാൻ തയ്യാറായി നിൽക്കുക, പാവത്തിന് അറിയില്ലല്ലോ അമ്മയുടെ ലക്ഷ്യങ്ങളൊന്നും. അന്നേരം ഭവാനി പറയും, അതിനൊരു ചൊല്ലുണ്ട്, കാര്യം കാണാൻ കഴുതക്കാലം പിടിക്കണമെന്ന്. നീ അയാളെ അച്ഛൻ്റെ സ്ഥാനത്ത് കണ്ട് കൂടെ നിർത്തണം. അഭിനയം പഠിച്ചല്ലോ? പഠിച്ചു ടീച്ചറെ. പിന്നെ അപ്പുറത്തെ വിവാഹത്തിൻ്റെ കമ്മിറ്റി നിശ്ചയിക്കുകയാണ്, പങ്കെടുത്തിട്ടില്ലെങ്കിൽ ഇനി ആ കിളവി വല്ല ശിക്ഷയും വിധിച്ചാലോ? അങ്ങനെ അഞ്ജനയും ഭവാനിയും അവരുടെ അടുത്തേക്ക് വരുമ്പോൾ മുത്തശ്ശി പറയും, സംഗീതേ എൻ്റെ ആഭരണങ്ങൾ എടുക്കാൻ പോകുമ്പം നീ ഭവാനിയെയും കൂടെ കൂട്ടിക്കൊള്ളണം. ആ സമയത്ത് അഞ്ജന പറയും, അപ്പച്ചിയും അമ്മയൊക്കെ ഓൾഡ് സ്കൂളാ, എന്ന് വെച്ചാൽ അവരൊക്കെ പഴയ ആളുകളാ. അപ്പം സംഗീത പറയും, അമ്മേ ആഭരണങ്ങളൊക്കെ മോളുടെ ഇഷ്ടത്തിന് തന്നെ എടുക്കാം, ആയിക്കോട്ടെ, ന്യൂ സ്കൂൾ. അന്നേരം മാധവൻ പറയും, ന്യൂ സ്കൂളല്ല, ന്യൂ ജെൻ. ശരി, ജെന്നായാലും ജിന്നായാലും എന്തായാലും ശരി. അങ്ങനെ എല്ലാവരും അത് കേട്ട് ചിരിക്കുന്നതിൻ്റെ ഇടയിൽ ഭവാനിക്ക് കോള് വരികയാണ്. കമാൽ കോള് ചെയ്യുന്നുണ്ടായിരിക്കും. ആ സമയത്ത് മുത്തശ്ശി ചോദിക്കും, ആരാ മോളെ? അതെൻ്റെ ഒരു പഴയ കൂട്ടുകാരിയാ. അപ്പം മുത്തശ്ശി പറയും, യോ എടുക്കായിരുന്നില്ലേ, സുഹൃത്തുക്കൾ വിളിച്ചാൽ അവരെ ഒഴിവാക്കരുത്. ശരി അമ്മയെന്നും പറഞ്ഞിട്ട് ഭവാനി മാറി നിന്നിട്ട് കോള് ചെയ്യാണ്. അങ്ങനെ കമാൽ അഭിരാമിയെ തിരിച്ചറിഞ്ഞ സത്യം ഭവാനിയുടെ അടുത്ത് പറയുകയാണ്. അവളുടെ കഴുത്തിൽ മേഡം പറഞ്ഞ മറുകുണ്ട്, അത് അച്യുതൻ്റെ മകളല്ല, അഭിരാമി തന്നെയാണെന്നുള്ള സത്യം ഭവാനി അതോടുകൂടി തിരിച്ചറിയണേ. എന്നിട്ട് ഭവാനി പറയും, രണ്ടുപേരെയും അങ്ങ് കൊന്നു കളഞ്ഞേക്ക് എന്ന് കമാലിനെ പറഞ്ഞ് ഏൽപ്പിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ഭൂമി ഇങ്ങനെ സ്വപ്നം കാണാണ്. അവളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പഴയ കാലം കുട്ടിക്കാലത്തെക്കുറിച്ചൊക്കെയുള്ള സ്വപ്നങ്ങൾ ഇങ്ങനെ കാണുന്നുണ്ട്. അവൾ നമ്മുടെ അജയുടെ കൂടെ അവളും അഞ്ജനയും കുട്ടിക്കാലത്ത് കല്യാണക്കാര്യത്തെക്കുറിച്ച് സംസാരിച്ചതൊക്കെ ആയിരുന്നു സ്വപ്നത്തിൽ. ഭൂമിയാണെങ്കിൽ അച്ഛൻ്റെ അമ്മയുടെ കൂടെയാണ് അന്ന് ഉറങ്ങിയിട്ടുള്ളത്. അങ്ങനെ ഭൂമി പെട്ടെന്ന് ഞെട്ടി ഉണരുമ്പോൾ അച്ചുവേട്ടൻ ചോദിക്കും, എന്താ മോളെ വീണ്ടും സ്വപ്നം കണ്ടോ? ഇടയ്ക്കിടയ്ക്ക് ഞാൻ കാണാറുള്ള സ്വപ്നം തന്നെ. 3 കുട്ടികൾ, അതിൽ 2 പെൺകുട്ടികൾ. ആ 2 പെൺകുട്ടികളുടെ കഴുത്തിലും എൻ്റെ കഴുത്തിലുള്ള അതേ മാല. എന്താ ഈ സ്വപ്നത്തിൻ്റെയൊക്കെ അർത്ഥം എന്നൊക്കെ ഭൂമി ചോദിക്കുമ്പോൾ നമ്മുടെ അംബികേച്ചി പറയും, എന്തർത്ഥം? ഇതുപോലെ ഒരു മാല നിനക്ക് മാത്രമേ ഉണ്ടാവൂ, വേറെ ആർക്കും ഉണ്ടാവില്ലേ? അവരൊക്കെ ഇങ്ങനെ എന്നെപ്പോലെ സ്വപ്നം കാണുന്നുണ്ടായിരിക്കുമോ? അപ്പം അച്ചേട്ടൻ പറയും, അത് നമുക്ക് എങ്ങനെ അറിയാം മോളെ? എന്നിട്ട് ഭൂമി ചോദിക്കും, അച്ഛൻ ആ മാല എവിടുന്നാ വാങ്ങിയത്? അതെന്ന് പറഞ്ഞ് അച്ചേട്ടൻ ഇങ്ങനെ ഉരുണ്ട് കളിക്കുമ്പോൾ അംബികേച്ചി പറയും, അതിന് അച്ഛനെങ്ങനെ അറിയാം? ഞാനല്ലേ ആ മാല വാങ്ങിയത്, ഏതോ ഉത്സവപ്പറമ്പിൽ നിന്ന് വാങ്ങിച്ചതാണ്. മോള് കിടക്കാൻ നോക്ക് എന്ന് പറഞ്ഞിട്ട് അവർ കിടക്കുകയാണ്. അപ്പോൾ അച്ചേട്ടൻ ഇങ്ങനെ പേടിയോട് കൂടി എന്തൊക്കെയോ ആലോചിച്ച് കിടക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനാണ്. അവിടെ അജയ് ബാലൻ സാറെ റൂമിലേക്ക് വിളിപ്പിക്കും. എന്നിട്ട് അജയ് ബാലൻ സാറോട് ഫാമിലി കാര്യങ്ങളൊക്കെ ചോദിച്ചതിന് ശേഷം പിന്നീട് ചോദിക്കും, സാറ് എത്ര കാലമായി ഈ സ്റ്റേഷനിലെന്നാണ് പറഞ്ഞത്? 10 വർഷമായി. തനിക്ക് എവിടേക്കെങ്കിലും ട്രാൻസ്ഫർ വേണോ? വേണ്ട സാർ, ഇതാവുമ്പം വീടിൻ്റെ തൊട്ടടുത്താണല്ലോ. ആ സമയത്ത് അജയ് പറയും, ഇതൊരു പോലീസ് സ്റ്റേഷൻ തന്നെ ആയിരുന്നോ? പരാതികളൊന്നും തീർപ്പാക്കിയിട്ടില്ല, ശമ്പളം വാങ്ങി ഇങ്ങനെ കളിച്ച് നടക്കുന്നു. അന്നക്കുട്ടി എന്ന സ്ത്രീയുടെ വീട്ടിൽ നിന്ന് 5 പവൻ്റെ മാല കാണാതെ പോയി. അന്വേഷണ ചുമതലയിൽ നിങ്ങളുടെ പേരും ഉണ്ടായിരുന്നു സർ എന്ന് പറയുമ്പോൾ അജയ് ബാലൻ സാറിനെ വീണ്ടും ആ കേസിൻ്റെ ചുമതല ഏൽപ്പിക്കുകയാണ്. അന്നേരം ബാലൻ സാർ ചോദിക്കും, ഞാൻ ഒറ്റയ്ക്കോ? വേണ്ട, 2 ബറ്റാലിയൻ കൂടെ ഏർപ്പാടാക്കി തരാം. എന്നിട്ട് അജയ് ചൂടായിട്ട് പറയും, 2 ദിവസത്തിനകം ആ കള്ളൻ ഈ സ്റ്റേഷൻ്റെ ലോക്കപ്പിൽ കിടക്കണം, അല്ലെങ്കിൽ താൻ അകത്ത് കിടക്കും.
പിന്നീട് കാണിക്കുന്നത് ഭൂമി ഇങ്ങനെ അവളുടെ കുട്ടിക്കാലത്തെ ഫോട്ടോ, അമ്മയും മോളും തമ്മിലുള്ള ഫോട്ടോസ് വെച്ചിട്ടുള്ള ഒരു നോട്ടീസ് ബോർഡ് അവളിങ്ങനെ ഒട്ടിക്കുന്നുണ്ടായിരിക്കും. മിസ്സിങ്, കാണാതായിരിക്കുന്നു എന്നുള്ള ആ ഒരു ബോർഡ്. അങ്ങനെ അവൾ നോട്ടീസ് ഒട്ടിക്കുന്നതിനിടയിൽ ഭൂമിയുടെ കടയിലേക്ക് വരുന്ന ആ ഏട്ടൻ വരുന്നുണ്ടായിരിക്കും. അപ്പോൾ ഭൂമി പറയും, വാ നമുക്ക് ചായ കുടിക്കാമെന്ന് പറഞ്ഞിട്ട് അയാളെ കൂട്ടിക്കൊണ്ടുപോവാണ്. ആ സമയത്തായിരിക്കും അച്ചേട്ടന് ഭൂമിയുടെ കടയിലേക്ക് വരുന്നത്. അച്ചേട്ടൻ ആ നോട്ടീസ് ഒട്ടിച്ചത് കാണും. അങ്ങനെ അച്ചേട്ടൻ അതൊക്കെ വായിച്ച് നോക്കുകയാണ്. അച്ഛനെ കാണുമ്പം ഭൂമി ചോദിക്കും, അച്ഛൻ രാവിലെ തന്നെ ഇങ്ങ് പോന്നോ? ഓ, അവിടെ നിന്നിട്ട് എന്തോ ചെയ്യാനാ, ഇവിടെ വന്ന മോളെ സഹായിക്കെങ്കിലും ചെയ്യാം. ഇരിക്ക്, എന്തായാലും ചായ എടുക്കാം എന്ന് പറഞ്ഞിട്ട് ഭൂമി ചായ എടുക്കാൻ പോകും. ആ സമയത്ത് അവിടേക്ക് ബാലൻ സാറും ഒരു പോലീസുകാരനും വന്ന് കയറും. എന്നിട്ട് നോട്ടീസ് കണ്ടിട്ട് ബാലൻ സാർ പറയും, ഈ നോട്ടീസ് കൊണ്ട് എന്തെങ്കിലും കാര്യം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ഒരു അന്വേഷണം കൂടി വേണം. അത് കേൾക്കുമ്പോൾ അച്ചേട്ടന് ഒന്നിങ്ങനെ പരിഭ്രമിച്ച് നിൽക്കുകയാണ്. പിന്നീട് ഭൂമി ചോദിക്കും, എങ്ങനെയുണ്ട് CIയുടെ ഭരണം? അപ്പം ബാലേട്ടൻ പറയും, വെറും ചൊറിയനാന്നേ, ദാ എനിക്കിട്ടൊരു പണി തന്നിരിക്കുകയാണ്. തെളിയാതെ കിടക്കുന്ന അന്നക്കുട്ടിയുടെ മാലമോഷണ കേസ് അത് 2 ദിവസം കൊണ്ട് തെളിയിക്കണം എന്നാണ് പറയുന്നത്. ഭൂമി, നീ എന്നെ ഒന്ന് സഹായിക്കണം. അന്നേരം ഭൂമി കേസ് തെളിയിക്കാനുള്ള വഴികളൊക്കെ ബാലേട്ടൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. ആ സമയത്താണ് അജയ് അവിടേക്ക് വരുന്നത്. എന്നിട്ട് അജയ് ബാലൻ സാർ എടുത്ത് ചോദിക്കും, കേസ് അന്വേഷണമൊക്കെ തുടങ്ങിയോടോ? ആ, തുടങ്ങി സർ എന്ന് പറഞ്ഞിട്ട് പിന്നെ ബാലൻ സാർ അവിടുന്ന് പോവാണ്. അപ്പോഴാണ് അജയ് ഭൂമി ഒട്ടിച്ച ആ നോട്ടീസ് ശ്രദ്ധിക്കുന്നത്. എന്നിട്ട് അജയ് ചോദിക്കും, താനിത് ഇവിടെ ഒട്ടിച്ചോ? ഇവിടെ എത്ര പേര് വന്നു പോകുന്നതാ? ഇതുകൊണ്ടൊന്നും തീർന്നില്ല, ഇനിയും ഞാൻ കുറേ ഒട്ടിക്കും. സത്യൻ സാറിനോട് എനിക്കൊരു അറ്റാച്ച്മെൻറ്റും ഉണ്ട്. സത്യൻ അങ്കിള് എൻ്റെ റോൾ മോഡലാണ്. അവൾ കുഞ്ഞിലെ നല്ല മിടുക്കിയായിരുന്ന കുട്ടിയായിരുന്നു അഭിരാമി. ഇപ്പം ഏകദേശം തൻ്റെ പ്രായം കാണും. എന്നിട്ട് ഭൂമിയുടെ അടുത്ത് പറയും, താങ്ക്സ് ഈ ഇൻവെസ്റ്റിഗേഷന് താനും ഭാഗമായതിന്. അങ്ങനെ അജയ് സ്റ്റേഷനിൽ വന്നിരിക്കുന്ന സമയത്ത് ഒരു പോലീസുകാരൻ വന്നിട്ട് ബൊക്ക കൊടുക്കും, ഇതൊരാളെ ഏൽപ്പിച്ചതാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അജയ് തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ അഞ്ജന കൊടുത്ത ലെറ്റർ അതിലുണ്ടായിരിക്കും. അത് കാണുമ്പോൾ അജയ്ക്ക് നല്ല ദേഷ്യം വന്നിട്ട് ആ ബൊക്ക എടുത്ത് വലിച്ചെറിയാണ്. അങ്ങനെ ആ വലിച്ചെറിയുന്നതിനിടയിലായിരിക്കും അഞ്ജന അവിടേക്ക് കയറി വരുന്നത്. അഞ്ജന എന്നിട്ട് ആ ബൊക്ക എടുത്ത് അജയുടെ അടുത്തേക്ക് വരും. എന്നിട്ട് അഞ്ജന അജയോട് പറയും, നോക്ക് അജയ്, നീ എവിടെ പോയി ഒളിച്ചാലും ഞാൻ നിൻ്റെ പിന്നാലെ തന്നെ ഉണ്ടാവും. ഞാനിവിടെ വന്നതേ അവളുടെ ചായക്കട ഇവിടെയല്ലേ എന്ന് പറഞ്ഞ് നോക്കുന്നത് ജനാലിൻ്റെ സൈഡിൽ ഇവിടെ നോക്കിയാൽ തന്നെ ഭൂമിയുടെ ചായക്കട കാണുന്നുണ്ടായിരിക്കും. നീ അറിഞ്ഞുകൊണ്ട് ചെയ്തതാലേ? ഈ റൂമിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഒന്ന് മാറ്റണം, ഈ ജനാല ക്ലോസ് ചെയ്യണം, ഇവിടെ ഒരു സോഫ വേണം, ഞാൻ വന്നാൽ നമുക്കല്പം റൊമാൻറ്റിക്കായിട്ട് സംസാരിക്കാമല്ലോ. അത് കേൾക്കുമ്പോൾ അജയ് പറയും, സത്യം പറയാമല്ലോ, നീ ഏതെങ്കിലും സൈക്കാട്രിസ്റ്റിനെ കാണിക്കുന്നതായിരിക്കും നന്നാവുക. അങ്ങനെ അവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലൊക്കെയാണ് ഭൂമി ചായയായിട്ട് കടന്നു വരുന്നത്. ഭൂമിയെ കണ്ടതും അഞ്ജനയ്ക്ക് നല്ല ദേഷ്യം വരികയാണ്. എന്നിട്ട് ഭൂമി ഒരു ഗ്ലാസ് അഞ്ജനയുടെ നേരെ നീട്ടിയിട്ട് പറയും, ഇതൊന്ന് കുടിച്ചു നോക്ക്, ഭൂമീസ് കോഫി. അന്നേരം അഞ്ജന പറയും, ഞാൻ ഈ സ്ട്രീറ്റ്ലെസ് ആളുകളുടെ അടുത്തു നിന്നൊന്നും ചായ വാങ്ങി കഴിക്കാറില്ല. അങ്ങനെ അജയ് ആ ചായ കുടിക്കുന്നതിനിടയിൽ അഞ്ജന അജയുടെ കയ്യിൽ നിന്നും ചായ തട്ടിപ്പറിച്ച് ജനലിൻ്റെ പുറത്തേക്ക് എറിയാണ്. എന്നിട്ട് അജയോട് പറയും, അജയ് ഇതൊക്കെ കുടിച്ചാലേ മാരക രോഗങ്ങൾ വരും. അത് കേൾക്കുമ്പം ഭൂമിക്ക് ആകെ കലി തുള്ളി നിൽക്കുകയാണ്. ആ സമയത്ത് അജയ് പറയും, ദേ അഞ്ജന ഇപ്പം വരാവേ എന്ന് പറഞ്ഞിട്ട് നൈസായിട്ട് അവിടെ നിന്ന് മാറി നിൽക്കുകയാണ്. ഭൂമിക്ക് എന്തെങ്കിലും അഞ്ജനയുടെ അടുത്ത് പകരം വീട്ടാനുണ്ടെങ്കിൽ വീട്ടിക്കോട്ടെ എന്ന ഉദ്ദേശത്തിൽ. അങ്ങനെ അജയ് പോയതിന് ശേഷം ഭൂമി അഞ്ജനയോട് പറയാണ്, നീ എന്താ പറഞ്ഞത്? എൻ്റെ കോഫി കുടിച്ചാൽ നിനക്ക് മാരക രോഗം വരുമെന്നല്ലേ? നിനക്ക് മാരക രോഗം അല്ലാതെ തന്നെ ഉണ്ട് നിൻ്റെ മനസ്സിൽ. എന്നിട്ട് ഭൂമി പറയും, നീ കരുതുന്നത് അജയ് സാറ് നിന്നെ കെട്ടും എന്നല്ലേ? ഒരിക്കലും ഇല്ല. ഞാനും അജയും തമ്മിൽ അഫെയറിലാണ്. അവൻ എൻ്റേതാ, ഭൂമി അവൻ്റേതും എന്നൊക്കെ പറഞ്ഞിട്ട് അഞ്ജന അടുത്ത് നിന്നും ഭൂമി അവിടെ നിന്ന് പോവാണ്. അങ്ങനെ ഭൂമി പുറത്തേക്ക് വരുമ്പോൾ അജയ് ചോദിക്കും, കഴിഞ്ഞോ? അതേ, വഴിയെ അറിഞ്ഞോളും എന്ന് പറഞ്ഞിട്ട് ഭൂമി അവിടെ നിന്ന് പോവാണ്. പിന്നീട് കാണിക്കുന്നത് ഭൂമി ഇങ്ങനെ നോട്ടീസ് ഇങ്ങനെ റോഡ് സൈഡിലൊക്കെ ഒട്ടിക്കുന്ന സമയത്തായിരിക്കും സത്യദാസ് ആ കാഴ്ച കാണുന്നത്. എന്നിട്ട് ഭൂമിയുടെ അടുത്ത് ചോദിക്കും, എന്താ മോളും പോലീസിൻ്റെ ദൗത്യം ഏറ്റെടുത്തോ? സാറിൻ്റെ മകളെ കണ്ടുപിടിക്കാൻ ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞതല്ലേ അണ്ണാറക്കണ്ണനും തന്നാലായത്. എന്നിട്ട് സത്യൻ മോളെ എന്ന് വിളിക്കുമ്പോൾ ഭൂമി ചോദിക്കും, സാറിന് എന്താ മോളെ എന്ന് വിളിക്കാൻ തോന്നുന്നത്? അറിയില്ല, മോളെ കാണുമ്പോൾ അങ്ങനെ വിളിക്കാൻ തോന്നും. അത് തന്നെയാണ് എനിക്കും സാറിനെ കാണുമ്പം ഒരു വല്ലാത്തൊരു ഫീലാണ്. എന്നിട്ട് ഭൂമി ചോദിക്കും, സാറിപ്പോൾ എന്താ എൻ്റെ കോഫി ഹൗസിക്കൊന്നും വരാത്തത്?
ഞാൻ എന്തായാലും ഒരു ദിവസം വരാം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടുന്ന് യാത്ര പറഞ്ഞ് പോകാൻ നിൽക്കുകയാണ്. തിരിഞ്ഞു നോക്കുമ്പോൾ വീണ്ടും സത്യനിങ്ങനെ അഭിരാമിയുടെ കുട്ടിക്കാലൊക്കെയാണ് ഓർമ്മ വരുന്നത്. ഭൂമിയെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അതിനിടയിലേക്കാവും ഒരു കാർ ഇങ്ങനെ ചീറിപ്പാഞ്ഞ് വരുന്നത്. ഭൂമി പെട്ടെന്ന് സത്യദാസിനെ പിടിച്ചു മാറ്റാൻ നിൽക്കുന്ന ആ ഒരു സീനോട് കൂടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.